അടിപൊളി ഫുഡാട്ടോ ഇവിടെ. ചാർജ് കുറവാണ്. പക്ഷേ പ്രശ്നം എന്തെന്നറിയോ? ഇപ്പം പറയാട്ടെ, ഒറ്റ മിനിറ്റ് ഒന്നും കൂടി തിരിക്കട്ടെ. ദോശയ്ക്ക് 50 റുപ്യാണ്, ഇന്ത്യയിൽ 50 റുപ്യ. ഇപ്പം ഞാൻ ദോശ കഴിച്ച് കഴിഞ്ഞാൽ പോകാൻ പെടും, അല്ലെങ്കിൽ താമരശ്ശേരിയോ മൈസൂരൊക്കെ എത്തിയാൽ പെടും. അതുകൊണ്ട് തൽക്കാലം പട്ടിണി കിടക്കാം. ഓരോരോ അവസ്ഥകളെ, അവസ്ഥാന്തരങ്ങളെ. അയ്യാ ദോശ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് താങ്ക് യു. നമ്മൾ ചില്ലറ പൈസ ഉണ്ടായിരുന്നു, ചില്ലറ പൈസ കൊടുത്തിട്ട് ദോശ മേടിച്ചു. അയ്യേ ഇതെന്തിട്ട് ദോശ അത്. ബെൽഗാവിലെ ബസ് സ്റ്റാൻഡ് മുമ്പിലുള്ള രാത്രി ദോശ കടക്കിൽ നിന്ന് ദോശ വയ്ക്കരുത് കേട്ടോ. അപ്പോൾ 50 റുപ്യ വേസ്റ്റ്. ചൂടുമില്ല, ഉപ്പുമില്ല, ഒരു നിസ്സംഗത, അല്ല എന്താ പറയുക, ഒരു വികാരമില്ലാത്തൊരു സാധനം. ഖരപദാർത്ഥം, നല്ല ഊള ചായ. ആ ചില്ലറൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ചായയും കുടിച്ചു. അതെ, ഇനിയിപ്പോൾ ചായ ഒന്നും കിട്ടില്ല. ഇനി നാട്ടിലത്തെ ചായ അല്ലെങ്കിൽ മൈസൂരത്തെ ചായ. ഊള ചായ കേട്ടോ, വെള്ളമാണ് കൂടുതൽ. നമ്മുടെ ബസ് വന്നിരിക്കുകയാണ്. ബെൽഗാവി മൈസൂർ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ സീസൺ 1 ബൃഹത് ഭാരത് ഭ്രമൺ സീസൺ 1 ഈ യാത്രയുടെ വന്നല്ലോ വനമാല. സീസൺ 1 അമ്മേ ഒരു മിനിറ്റ്. രാവിലെ 8 മണി 8:30 ആകുമ്പോഴേക്കും മൈസൂരത്തുണ്ടാവും. സന്തോഷം വളരെ ഉണ്ട് ഇത്രയും നല്ലൊരു യാത്ര ചെയ്യാൻ പറ്റിയത്. കുറേ പൈസ ചിലവായി, പക്ഷെ അതൊന്നും നഷ്ടമല്ല. അതൊക്കെ എക്സ്പീരിയൻസുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ സന്തോഷമുണ്ട്, സങ്കടമുണ്ട് ഫോണിലെ ഡാറ്റ പോയത്. അതൊന്നും പറയാനില്ല. എന്തായാലും 66 ദിവസങ്ങൾ ഞാൻ യാത്രയിലായിരുന്നു. 66 എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അതുൾപ്പെടെ. പക്ഷെ ആ തുടക്കത്തിലെ എക്സ്പീരിയൻസുകളൊന്നും ഞാൻ വലിയ രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ നിന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇനി രാത്രി ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല. മൈസൂർ എത്തിയിട്ട് കാണിക്കാം. അഥവാ ഭക്ഷണം കഴിക്കാൻ നിർത്തുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ആക്ച്വലി സ്പീക്കിംഗ് ഷൂസിന് നല്ല നാറ്റുണ്ട്. അപ്പോൾ നമുക്ക് പെർഫ്യൂം അടിക്കാം. ഇതിന് കയറി കൂടാനുള്ള ഒത്തിരി പണിയാട്ടാണ്. വീണ സാധനങ്ങൾ വീണ സാധനങ്ങളും മാറി. अंदर जाइए. ഗടി തലയാണുണ്ടോ? കിഴക്ക് പടിഞ്ഞാറ് എവിടെയാ? വെള്ളക്കുപ്പി ഇവിടെ ഒക്കെ പെർഫ്യൂമൊക്കെയുള്ള സ്പോട്ടില്ല. എനിക്ക്
ഇന്ന തന്നെ നാറണം. പാൻറ് നോക്കിയിട്ടില്ലേ, കുളിച്ചു കേട്ടോ. ഷർട്ട് അലക്കിയിട്ടുണ്ട്. 1/4 മണിക്കൂർ കഴിഞ്ഞ് ബസ് എടുക്കും. തല ഇങ്ങോട്ട് വയ്ക്കും എന്നുള്ളതാണ്. തൽക്കാലം തല നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. എല്ലാവരും അങ്ങനെ തന്നെ വെക്കണം. ഓക്കെ. പറമ്പിലാണ് എടുക്കുമ്പോൾ ജീര റൈസും ചെറുപയർ കറി അധികമാവും. എല്ലാത്തിലും നാരങ്ങി പിഴിഞ്ഞ് വയ്ക്കാം. ചായ കിട്ടില്ല. മുല്ല ധാബ. സ്ഥലത്തിൻ്റെ പേരെന്താ അറിയാം, എഴുതി കാണിക്കാം. ന്യൂ മുല്ല ധാബ. കിട്ടൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇത് ഹൈവേ ഉണ്ടോ? കിട്ടൂർ. ആണുങ്ങൾക്ക് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ല. അപ്പോൾ ഞങ്ങൾ ആണുങ്ങൾ എന്ത് ചെയ്യും, തൊടി പോവും. വെറുതെ നിർത്തിയില്ല. ജീര റൈസും ചായയും കുടിച്ചു. ചായ അടിപൊളിയെന്നു, ജീര റൈസ് പോരാ. ഗൂഗിൾ പേ കൊടുത്തപ്പോൾ പൈസ ഇല്ല. അല്ല, ഗൂഗിൾ പേ കൊടുത്തപ്പോൾ നെറ്റ്വർക്കും ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, 200 രൂപ ബാക്കിയുള്ളത് കൊടുക്കേണ്ടി വന്നു. ഇതല്ല. മൈസൂർ ಯಾರಿಗೆಲ್ಲಿ ಟಿಕೆಟ್ ಕೊಟ್ಟಿರ್ಸೋದು, ಮೈಸೂರ್ದಾಗ ಕೊಟ್ಟಿರ್ಸೋದು ಅಲ್ರಿ. ನಾವು ಕೊರೋನಾ ಗಾಡಿ ಮಾಡೋದು ನೋಡಿ
ಗಾಡಿ ಹೊರಗೆ ಬಂತಲ್ರಿ ಈಗ ಇಲ್ಲೇ ಗೇಟ್ನಾಗ ಹೊರಗೆ ಬಂದೇವು ಬರ್ರಿ ಇಲ್ಲಿ ಅಳಿವಲ್ಲ ನಾಲ್ಕು ಹಾಕ್ತಾರ ചായ കുടിക്കാനുള്ള തിരക്കാണ്. ശ്രീരംഗപട്ടണത്തേക്ക് 20 കിലോമീറ്റർ. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനൊരു 5:45 5:30 ഒക്കെ ആയപ്പോൾ വന്നു. ആഹാ, പൂക്കളൊക്കെ കാണാൻ എന്ത് രസമറിയോ. മഞ്ഞ, ജമന്തി, ചെണ്ടുമല്ലി, എല്ലാവരും ഓരോരുടേതായിട്ടുള്ള തിരക്കുകളിലാണ്. ദീപാവലി ആയിട്ട് വല്ല പ്രത്യേകതയൊക്കെ ഉണ്ടോ അതും അറിയില്ലേ. ചേട്ടാ ഓടിക്കറി ചേട്ടാ, ഓടിക്കറി ചേട്ടാ. അതാണ് ബസ്സിലാകെ 5-6 ആൾക്കാരൊക്കെ ഉള്ളൂ, ഞാനുൾപ്പെടെ. End of this journey. Season 1 will end right here, this episode. KSRTC മൈസൂർ കോഴിക്കോട്ടേക്ക് ഒരു KSRTC കിട്ടി. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. 2 സമോസ അല്ല, 2 പപ്സും ഒരു ചായയും. രസകേന്ദ്ര മഞ്ചേരി സുൽത്താൻ ബത്തേരിത്തെ നാട്ടിലെ ചായ. ഊളച്ചായ കുഴപ്പമില്ല, വേറെ സാധനം കൂടി ഉണ്ട്. പഴംപൊരി, കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെത്താറായി. സമയം 3:28. ക്ഷീണിച്ചു, പെട്ടെന്ന് ക്രോസ് ചെയ്തിട്ടോ. വിശക്കുന്നുണ്ട്. അവിൽ മിൽക്കേ കുടിക്കുള്ളൂ. അവിൽ മിൽക്ക് കുടിച്ചിട്ട് മഞ്ചേരി ബസ്സിലൊരു ഒറ്റ കയറ്റം. ചേട്ടാ മിൽക്ക് അവലുണ്ടോ? അവിൽ മിൽക്ക്.
അമ്മച്ചി Now the trip is going to end within 1.5 hours. And reaching home, I'll be ending this season 1 of Bruhath, Bharath, Bhraman. See you at my home. എത്തി മോനെ നാട്ടിലെത്തി മോനെ 5:05 സമയം. അങ്ങനെ ലോകയാത്രാ പര്യടനം പോലെ ബൃഹത് ഭാരത് ഭ്രമൺ 1ാം ലെഗ് ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് നേരങ്ങൾക്കുള്ളിൽ മഞ്ചേരി ടൗൺ പഴയ പോലെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. മാറ്റങ്ങളില്ലാത്ത മഞ്ചേരിയിലേക്ക് വലിയ വലിയ മാറ്റങ്ങളുമായി രാകേഷ് കടന്നു വരികയാണ്. ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ടുണ്ടാക്കി വരാൻ പറ്റുന്നില്ല. നമ്മൾ വിളിച്ച വണ്ടി വരികയാണ് സുഹൃത്തുക്കളെ. കരിക്കാട് പോവാം. ഒരു മിനിറ്റ്. പോവാം. ചക്കുടുക്കളെ ആര വട്ടം ചുറ്റുന്ന ആല്ലോ. അയ്യോ വീടാ തുറന്നു തരടാ. സാമൻ അവിടെ നിന്നല്ല അടച്ചേക്കണേ.